നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ നടപടികളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് സംബന്ധിച്ച നിലവിലെ സ്ഥിതി വെളിപ്പെടുത്തണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അണക്കെട്ട് സന്ദർശിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യം. അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസ് പൊൻകുന്നം അട്ടിക്കലിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി. പാലപ്ര സ്വദേശിയായ രോഗി പിന്നീട് ആശുപത്രിയിൽ മരണമടഞ്ഞു. ഡ്രൈവർക്കും സഹായിക്കും നിസ്സാര പരിക്ക്. ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിൽ സെറ്റിൽ നിന്നും കാട്ടിലേക്ക് ഓടിപ്പോയ പുതുപ്പള്ളി സാധു തിരികെ നാട്ടിലെത്തി. പുതുപ്പള്ളിയിലെ വീട്ടിൽ വലിയ സ്വീകരണം. സാധുവിനെ കാണാനെത്തിയത് നിരവധി ആനപ്രേമികൾ. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി വെളിപ്പെടുത്തണമെന്നും ജലസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി. 50 വർഷം ആയുസുള്ള അണക്കെട്ട് 129 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ പഠനം നടത്തിയ എല്ലാ ഏജൻസികളും അണക്കെട്ടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. സംസ്ഥാനത്തിനെതിരായ പാട്ടക്കരാർ റദ്ദ് ചെയ്യണം. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് 1970 ശേഷം കേസ് നടത്തിപ്പിൽ വന്ന വീഴ്ചകളും വിവിധ റിപ്പോർട്ടുകളും ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി വെളിപ്പെടുത്തണമെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഗൗരവതരമായ ഒരു നടപടി ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ജല കമ്മീഷൻ ആയാലും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി കേരളത്തിന് തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ സമരമാർഗങ്ങളിലേക്ക് പോകുവാനാണ് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആഗ്രഹിക്കുന്നത്. ബലക്ഷയം പഠിക്കാൻ നിയോഗിക്കുന്ന സമിതിയിൽ അന്താരാഷ്ട്ര ഡാം നിർമ്മാണ പരിപാലന വിദഗ്ധരെ ഉൾപ്പെടുത്തുക, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അണക്കെട്ട് സന്ദർശിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 18 കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ധർണ നടത്തും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട്, ജനറൽ കൺവീനർ PT ശ്രീകുമാർ, വർക്കിംഗ് ചെയർമാൻ ഷിബു K തമ്പി, ട്രഷറർ PP ഖാലിദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസ് പൊൻകുന്നത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു. പാറത്തോട് പാലപ്ര സ്വദേശിയായ രോഗി പിന്നീട് ആശുപത്രിയിൽ മരണമടഞ്ഞു. ആംബുലൻസ് ഡ്രൈവർക്കും സഹായിക്കും ചെറിയ പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് പൊൻകുന്നം അട്ടിക്കലിന് സമീപം നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു. പരിക്കേറ്റ രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലമ്പ്ര സ്വദേശി പാറക്കടവിൽ രാജുവാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:45 പാലാ പൊൻകുന്നം റോഡിൽ അട്ടിക്കലിൽ ഉള്ള വീട്ടിലേക്കാണ് ആംബുലൻസ് ഇടിച്ചു കയറിയത്. റോഡിനോട് ചേർന്നുള്ള മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന പെരുമന രാജേഷിന്റെ ഭാര്യയും 2 മക്കളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നു. വേഗതയിലെത്തിയ ആംബുലൻസ് മഴയിൽ തെന്നിക്കിടന്ന റോഡിൽ തെന്നിമാറി റോഡരികിലെ അടയാള ബോർഡ് തകർത്താണ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. ഡ്രൈവർക്കും രോഗിയുടെ സഹായിക്കും നിസ്സാര പരിക്കേറ്റു. പൊൻകുന്നം പോലീസ് എത്തി മേൽനടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തെലുങ്ക് സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാണാതായ പുതുപ്പള്ളി സാധു നാട്ടിൽ തിരിച്ചെത്തി. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് സാധുവിനെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തി കാട്ടിലേക്ക് ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു തിരികെ പുതുപ്പള്ളിയിലെത്തി. വെള്ളിയാഴ്ച രാത്രി മുതൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിന് ഒടുവിൽ ഭൂതത്താൻകെട്ടിലെ പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തു നിന്നാണ് സാധുവിനെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. പുതുപ്പള്ളി സ്വദേശി പാപ്പാലപ്പറമ്പ് പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാധു. ശനിയാഴ്ച ഉച്ചയോടെയാണ് സാധു തിരികെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയത്. വന്നയുടനെ നിറയെ പനമ്പട്ടയും തിന്ന് വെള്ളവും കുടിച്ചു നിന്ന സാധുവിനെ കാണാൻ നിരവധി ആനപ്രേമികൾ തടിച്ചുകൂടി. സാധുവിനെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നതായി പാപ്പാൻ പറഞ്ഞു. ഇതുവരെ 2 ദിവസത്തെ പരിപാടിക്ക് വേണ്ട പോയത്, ഇത് പൂർത്തിയായിട്ടില്ല. എനിക്ക് ഇത് മുറിയാൻ പോയി. അതുകൊണ്ട് നിങ്ങളെ ഷൂട്ടിങ് അന്നപ്പം തന്നെ നിർത്തിവെച്ചു. പിന്നെ അവിടുത്തെ സാറുമാരും നാട്ടുകാരും എല്ലാം നമുക്ക് സഹകരിച്ച്, കാരണം നമ്മൾ പ്രതീക്ഷിക്കാൻ കൂടുതൽ സമയം പിടിച്ചില്ല, അത്ര പിടിച്ചില്ല. അതിന് മുമ്പ് നമുക്ക് ആനെ കണ്ടു കിട്ടി. അങ്ങനെ എല്ലാവർക്കും നന്ദി. എല്ലാം നമ്മളെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇത്ര മാത്രമേ പറയാൻ.
വിജയ് ദേവരകൊണ്ട നായകനായ തെലുങ്കു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് സാധു ഭൂതത്താൻകെട്ടിൽ എത്തിയത്. ഇന്നലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മണികണ്ഠൻ എന്ന ആന കുത്തിയതോടെ പരിഭ്രാന്തനായി സാധു കാട്ടിലേക്ക് ഓടുകയായിരുന്നു. തൃശൂർ പൂരം അടക്കം കേരളത്തിലെ പ്രധാന ഉത്സവ എഴുന്നള്ളിപ്പിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ 52കാരൻ. തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമകളിൽ അഭിനയിക്കുന്നതിന് വനം വകുപ്പിന്റെ സമ്മതപത്രം ലഭിച്ച നടനാണ് പുതുപ്പള്ളി സാധു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷവും ഭക്തിപുരസ്സരം പുരോഗമിക്കുന്നു. പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം. ഭാഗവത കഥകളും നാമങ്ങളും സ്തുതികളും കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അല്ലെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടായാലും അതിൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് ഉയർത്തിയിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ ഉയർത്താൻ വേണ്ടിയിട്ട്, നല്ല ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ. പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞത്തിൽ ഇന്ന് ഹിരണ്യാക്ഷവധം, കപിലാവതാരം, കപിലോപദേശം, ഋഷഭാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. നമ്മളും ഭഗവാനെ ആശ്രയിക്കാതെ കണ്ട്, ഭഗവാനെ ഉപാസിക്കാതെ കണ്ട് അങ്ങനെ ജീവിതത്തിൽ ലൗകികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ മുതലകളെ പോലെ മുതലാക്കാൻ വേണ്ടിയിട്ട്, കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അനേകം ആൾക്കാർ വഴികളിലൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊന്നും വിട്ടുപോകാതെ കണ്ട് സുന്ദരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത് ഉപാസന, ഈശ്വരാരാധന, ഭഗവത് ഭക്തി ഇത് കൂടിയേ തീരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരുടെ, കബളിപ്പിക്കുന്ന ആൾക്കാരുടെ വഞ്ചനയിലും ഒക്കെ പെട്ടിട്ട് നമ്മൾ അധപ്പതിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. 7 ദിവസം പകൽ കൊണ്ട് ഭാഗവതം വായിച്ചു പറയുന്നതാണ് സപ്താഹം. ഭാഗവതം വായിക്കുന്നത് കേൾക്കുന്നത് പോലും പുണ്യമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് സപ്താഹയജ്ഞത്തിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 31 മുതൽ നവംബർ 3 വരെ കൾച്ചറൽ ഫെസ്റ്റ് നടത്തുന്നു. കൾച്ചറൽ ഫെസ്റ്റിന്റെ ലോഗോ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം ചെയ്തു. ദർശന സാംസ്കാരിക കേന്ദ്രം, ആത്മ, നാദോപാസന, കളിയരങ്ങ്, ഫിൽക്കോസ് എന്നീ സാംസ്കാരിക സംഘടനകൾ ചേർന്ന് ഒക്ടോബർ 31 മുതൽ നവംബർ 3 വരെ കൾച്ചറൽ ഫെസ്റ്റ് നടത്തുന്നു. ദർശന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഇതിനു മുന്നോടിയായി കൾച്ചറൽ ഫെസ്റ്റിന്റെ ലോഗോ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം ചെയ്തു. അന്യം നിന്നു പോകുന്ന കലകളെ പൊതുസമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കൾച്ചറൽ ഫെസ്റ്റ് സഹായകമാകുമെന്നും ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇവിടെ അന്യം നിന്ന് പോകുന്ന ഈ ആർട്സ് രൂപങ്ങളെ, കലാരൂപങ്ങൾ, അതിനെ ഓരോന്നായി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തെടുക്കണം. ഒരു വർഷം അല്ലെങ്കിൽ വർഷം നീണ്ടു നിൽക്കുന്ന ഓരോ ദിവസവും അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇത് നിങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്താൽ കേരളത്തിലെ അനന്ത സാധ്യതയുള്ള ഒരു സാധനമാണ് ടൂറിസം എന്ന് ഞാൻ പറയാനായിട്ട്. വിവിധ തരത്തിലാണ് ടൂറിസം നമ്മളിവിടെ നടത്തിക്കൊണ്ടു. സോ എന്തുകൊണ്ട് കോട്ടയത്തിന് ഒരു കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടു? അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ കൂടിയ യോഗത്തിൽ ദർശന ഡയറക്ടർ ഫാദർ എമിൽ പുളിക്കാട്ടിൽ CMA അധ്യക്ഷത വഹിച്ചു. ഐപ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, ആത്മാ പ്രസിഡന്റ് കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ, ഫിൽക്കോസ് പ്രസിഡന്റ് ജോയി തോമസ്, നാദോപാസന സെക്രട്ടറി കോട്ടയം ഉണ്ണികൃഷ്ണൻ, കളിയരങ്ങ് പ്രസിഡന്റ് K ചന്ദ്രമോഹൻ, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, MA സുരേഷ് ബാബു, ജേക്കബ് പണിക്കർ, വിനു C ശേഖർ, ജിജോ V എബ്രഹാം, രാജേഷ് പാമ്പാടി, PT സജുലാൽ, NG ശശിധരൻ, KG അജിത് കുമാർ, അയർക്കുന്നൻ രാമൻ നായർ, ബിനോയ് വെള്ളൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊയ്ത്ത് കഴിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുന്ന കുമരകം മൂലേപ്പാടം തെക്കേ ബ്ലോക്ക് പാടശേഖരത്തിലെ നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധവുമായി നെൽകർഷകർ. പാടി ഓഫീസറും മില്ലുടമകളും ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് നെൽകർഷകർ പാടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
കുമരകം മൂലേപ്പാടം നാറാണത്തുകുഴി തെക്കേ ബ്ലോക്ക് പാടശേഖരത്തിൽ കഴിഞ്ഞ 26-ാം തീയതിയാണ് കൊയ്ത്ത് ആരംഭിച്ചത്. ഒക്ടോബർ 2-ന് കൊയ്ത്ത് അവസാനിച്ചു. എന്നാൽ പാടശേഖരത്തിൽ കൂട്ടിയിരിക്കുന്ന കിൻഡൽ കണക്കിന് നെല്ല് സംഭരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 20 ഏക്കർ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ പാടി ഓഫീസറിനെ വിവരം അറിയിക്കുകയും ഓഫീസറും സംഘവും എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മില്ലുടമകളുടെ അസൗകര്യം ചൂണ്ടിക്കാട്ടി അവർ തിരികെ മടങ്ങുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം പാടി ഓഫീസറും മില്ലുടമകളും എത്തി നെല്ല് പരിശോധിക്കുകയും 25% കിഴിവ് മില്ലുകാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലാകുകയും ചെയ്തു. ഈർപ്പം ഒട്ടുമില്ലാത്ത നെല്ലിന് പതിരൊട്ടുമില്ല എന്ന കാരണം നിരത്തിയാണ് 25% കിഴിവ് മില്ലുടമകൾ ആവശ്യപ്പെട്ടതെന്ന് കർഷകർ പറയുന്നു. പാടി ഓഫീസറും മില്ലുടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നാരോപിച്ച് കർഷകർ പാടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. 225 ഏക്കർ പാടശേഖരത്തെ നെല്ല് കൊയ്തുവെങ്കിലും നെല്ല് സംഭരിക്കാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണ് എന്ന് നെൽകർഷക സംരക്ഷണ സമിതി ആരോപിച്ചു. അതുകൊണ്ട് 25 കിലോ താര തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു. 100 കിലോയ്ക്ക് 25 കിലോ താര എടുക്കണമെന്ന് പറഞ്ഞു. ഈ കോട്ടയം ജില്ല ഞാൻ അറിഞ്ഞു കേട്ടില്ല. എനിക്കും 10-40, ഞാനൊരു 17 വർഷമായിട്ട് കൃഷി രംഗത്തുള്ള ആളാണ്. ഇത്രയും താര കൊടുത്ത് ഒരു സ്ഥലങ്ങളിൽ നമ്മൾ അതുപോലെ QC എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും ക്ലിയർ ചെയ്ത് എങ്ങനെ നെല്ല് കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്ത പ്രാവശ്യം ഇതിനകം പ്രതിഷ്ഠാണല്ലോ വരുന്നത്. ഇവര് വന്ന് ഗവൺമെന്റ് എന്ന് പറയുന്ന ആൾക്കാർ ഈ പാടി ഓഫീസ് എന്ന് പറയുന്നത് കൃഷിക്കാരനോട് നിൽക്കാനുള്ളതാണ്, അല്ലാതെ പാടി ഓഫീസർ ഈ വരുന്ന മില്ലുകാരനോട് നിൽക്കാനുള്ളതല്ല. ആ മില്ലുകാരനെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാം കാര്യം ചോദിച്ചു പറഞ്ഞാൽ പുള്ളിക്കാർ തട്ടിക്കരിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെയല്ല. നിങ്ങൾ മിണ്ടാതിരിക്കും, നിങ്ങൾ ഈ വേളം വെക്കാതെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിലേ ഉള്ളൂ പാടി ഓഫീസുള്ളൂ. അത് ആദ്യം ഇവർ മനസ്സിലാക്കണം. നെൽകർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജു എബ്രഹാം, സെക്രട്ടറി PK രാജൻ, ജേക്കബ് കളമ്പാട്ടുശ്ശേരി, ഗിരീഷ് പ്രസാദ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. നെല്ല് സംഭരിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ പാടി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം നടത്തുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൻസ അത്ലറ്റിക് അക്കാദമി ചാമ്പ്യന്മാരായി. ജൂനിയർ വിഭാഗത്തിൽ 448 പോയിന്റും സീനിയർ വിഭാഗത്തിൽ 248 പോയിന്റുകളും നേടി ഇവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 67ാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൻസ അക്കാദമി 448.5 പോയിന്റോടെ ജൂനിയർ വിഭാഗത്തിലും 248 പോയിന്റുമായി സീനിയർ വിഭാഗത്തിലും ഓവറോൾ ജേതാക്കളായി. ജൂനിയർ വിഭാഗത്തിൽ പൂഞ്ഞാർ SMVHSS 294 പോയിന്റുമായി രണ്ടാമതും സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി 143 പോയിന്റുമായി മൂന്നാം സ്ഥാനവും നേടി. സീനിയർ ഓവറോൾ വിഭാഗത്തിൽ 247 പോയിന്റുമായി അസംഷൻ കോളേജ് രണ്ടാമതും 220 പോയിന്റോടെ SB കോളേജ് ചങ്ങനാശ്ശേരി മൂന്നാം സ്ഥാനവും നേടി. 20 വയസ്സിന് മുകളിലുള്ള വനിതകളുടെ വിഭാഗത്തിൽ 247 പോയിന്റ് നേടി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിനാണ് ഒന്നാം സ്ഥാനം. 195 പോയിന്റ് നേടിയ അൽഫോൻസ അത്ലറ്റിക് അക്കാദമിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 20 വയസ്സിന് മുകളിലുള്ള പുരുഷ വിഭാഗത്തിൽ 220 പോയിന്റുമായി ചങ്ങനാശ്ശേരി SB കോളേജ് ഒന്നാമതും 116 പോയിന്റുമായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം സ്ഥാനവും നേടി. വനിതകളുടെ 20 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി 148 പോയിന്റുമായി ഒന്നാമതും 87 പോയിന്റോടെ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാം സ്ഥാനവും നേടി. പുരുഷന്മാരുടെ 20 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് 143 പോയിന്റുമായി ഒന്നാം സ്ഥാനവും ചങ്ങനാശ്ശേരി SB കോളേജ് 74 പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി. പുരുഷന്മാരുടെ 18 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ 98 പോയിന്റുമായി SMVSS പൂഞ്ഞാർ ഒന്നാം സ്ഥാനവും 76 പോയിന്റോടെ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി രണ്ടാം സ്ഥാനത്തും എത്തി. പെൺകുട്ടികളുടെ 16 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ SMVHSS പൂഞ്ഞാർ 57 പോയിന്റുമായി ഒന്നാമതും അൽഫോൻസ അത്ലറ്റിക് അക്കാദമി 50 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും എത്തി. ആൺകുട്ടികളുടെ 14 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ 21 പോയിന്റുമായി അൽഫോൻസ അത്ലറ്റിക് അക്കാദമി ഒന്നാമതും ഭാവൻസ് വിദ്യാലയ ന്യൂസ് പ്രിന്റ് സ്കൂൾ വെള്ളൂർ 19 പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ ലീന സണ്ണി, കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരീത്തറ അധ്യക്ഷനായി. ഡോക്ടർ ജിമ്മി ജോസഫ്, കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മായാദേവി, കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു മുരിക്കുവേലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം 16 മുതൽ 18 വരെ കോട്ടയത്ത് നടക്കും. ഇതിന്റെ ഭാഗമായി കരുതൽ എന്ന പേരിൽ കോട്ടയത്ത് നാഗമ്പടത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തി. CITU കോട്ടയം ജില്ലാ പ്രസിഡന്റ് റജി സഖറിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കാളികളായി. ഇപ്പൊ ആഗോളവൽക്കരണ കാലം പറയുന്നത് ആരോടും പ്രതിബദ്ധത വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക, പണത്തെ മാത്രം സ്നേഹിക്കുക, ലാഭക്കൊതിയന്മാരാകുക.
അങ്ങനെ ലാഭക്കൊതിയുള്ള നിരവധി ആശുപത്രികൾ കെട്ടി ഉയർത്തപ്പെടുന്നുണ്ട്. സർക്കാർ ആശുപത്രികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ തടിച്ചു കൊഴുക്കുക. ഇവിടെ ചില ആശുപത്രികൾ വമ്പൻ സ്രാവുകൾ ചെറുമീനെ വിഴുങ്ങുന്നത് പോലെയാണ് ചില ആശുപത്രികൾ നമ്മുടെ ജില്ലയിലടക്കം മറ്റു ആശുപത്രികളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാലാ കിഴതടിയൂർ പള്ളിക്ക് സമീപമുള്ള വീടിന്റെ വിറകുപുരയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. 25 കിലോയോളം തൂക്കവും 8 അടിയോളം നീളവും വരുന്നതാണ് പെരുമ്പാമ്പ്. കോഴിക്കൂട്ടിൽ നിന്നും കോഴിയെ പിടിക്കുകയായിരുന്നു പാമ്പ്. കോഴികളുടെ ബഹളം കേട്ട വീട്ടുകാർ എത്തിയപ്പോഴാണ് പെരുമ്പാമ്പിനെ കണ്ടത്. സ്നേക്ക് മാസ്റ്റർമാരായ ജോസഫ് പാല, നിധിൻ സി വടക്കൻ എന്നിവർ ചേർന്ന് പെരുമ്പാമ്പിനെ പിടിച്ചു. വനം വകുപ്പിന് കൈമാറി. അറിയിപ്പ്: കോട്ടയം ആസ്ഥാനമായുള്ള കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവിലേക്ക് 22-ാം തീയതി രാവിലെ 9-ന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. വിവരങ്ങൾക്ക് ഫോൺ 8547 509906. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകുക. വിവരങ്ങൾക്ക് 9072 592412. അടിയന്തര നവീകരണ പ്രവർത്തികൾ തുടരുന്നതിനാൽ ചങ്ങനാശ്ശേരി ചിങ്ങവനം സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ലെവൽ ക്രോസിംഗ് ഗേറ്റ് 41 ഞായറാഴ്ച വൈകിട്ട് 6 വരെ അടച്ചിടും. മുരിക്കുംവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 7-ാം തീയതി രാവിലെ പകൽ 11-ന് അഭിമുഖത്തിന് ഹാജരാവണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ നടപടികളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് സംബന്ധിച്ച നിലവിലെ സ്ഥിതി വെളിപ്പെടുത്തണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അണക്കെട്ട് സന്ദർശിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യം. അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസ് പൊൻകുന്നം അട്ടിക്കലിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി. പാലപ്ര സ്വദേശിയായ രോഗി പിന്നീട് ആശുപത്രിയിൽ മരണമടഞ്ഞു. ഡ്രൈവർക്കും സഹായിക്കും നിസ്സാര പരിക്ക്. ഭൂതത്താൻ കെട്ടിൽ സിനിമാ ഷൂട്ടിൽ സെറ്റിൽ നിന്നും കാട്ടിലേക്ക് ഓടിപ്പോയ പുതുപ്പള്ളി സാധു തിരികെ നാട്ടിലെത്തി. പുതുപ്പള്ളിയിലെ വീട്ടിൽ വലിയ സ്വീകരണം. സാധുവിനെ കാണാനെത്തിയത് നിരവധി ആനപ്രേമികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.